എല്ലാ കാലത്തെയും യൗവന ജീവിതങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മാതൃകയായി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് മുടിയനായ പുത്രന്റെ കഥ. ഏറ്റവും പുതിയതിനെ തേടിപ്പായുന്ന ഇന്നിന്റെ ലോകത്തിന്റെ സുഖങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ആ കഥയെ ഞങ്ങൾ പുനരാവിഷ്കരിക്കുന്നു. തിരഞ്ഞെടുപ്പ്. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യാ സുപ്രജാ മുതലാളി കോപ്പി. ചായ എൻ്റെ ഭാര്യയെ പോലെ തന്നെ. കാശിന് കൊള്ളുകയില്ല, കുടിച്ചല്ലേ പറ്റൂ. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അതില്ലാത്തോണ്ട് സുഖമായിട്ടൊക്കെ പോകുന്നു. ആ അടുക്കള പണിയൊന്നുമില്ല, പോപ്പറേ. പഞ്ചാരയോ? അല്ല, ഇച്ചായന് ഇച്ചിരി ഷുഗർ കൂടി കഴിഞ്ഞാൽ വെറുതെ ഞാൻ പേടിച്ചു. ഇച്ചായോ, എനിക്കാണ് ഇപ്പൊ പഴയ പോലൊന്നും മേല. പണിയെടുക്കാനുള്ള ആരോഗ്യമില്ല, എന്റെ കുറഞ്ഞു. ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. നീ പെൺകുഞ്ഞ് ആൺകുഞ്ഞ് എന്ന് പറയുന്ന പോലെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതല്ലല്ലോ ഇത് പറയുന്നത് കിട്ടാനായിട്ട്. നമുക്ക് ദൈവം തരുന്നു, അത് രണ്ട് കൈ നീട്ടി മേടിക്കുക, അതല്ലേ പറ്റൂ. പിന്നെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പ്രായം മാത്രമേ കൂടിയിട്ടുള്ളൂ, ആരോഗ്യം ഇപ്പോഴും. ഓടി കള്ളി. ഞാൻ അതല്ല പറഞ്ഞേ, നമ്മുടെ മൂത്തമ്മൻ ജോഷുവ ഇല്ലേ, അവനൊരു പെണ്ണാലോചിക്കുന്ന കാര്യമാണ്. അതെ, ഞാനും ഓർത്തു ജോഷുവായിക്ക് പ്രായമായി വരുക, നമുക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ ആലോചിക്കണം. എനിക്ക് പറ്റിയ അബദ്ധം എൻ്റെ മക്കൾക്ക് വരരുത്. എന്നാ ഇച്ചായ പറഞ്ഞ? അങ്ങനെയല്ല പറഞ്ഞത്, മക്കൾ അനുഭവിച്ച അപ്പനല്ലേ നീ തോന്നുന്നത്. കുമളിയിൽ എസ്റ്റേറ്റ് ആണോടാ? കുഴപ്പമില്ല, കുമളിയിൽ എസ്റ്റേറ്റ് അപ്പച്ചൻ ഉടനെ വിസിറ്റിന് വരാം. ഏലപ്പാറയിലെ നീ തന്നെ നോക്കണം. നിന്റെ ഈ ശുഷ്കാന്തി നമ്മുടെ ഇളയ വനങ്ങളിലേക്കും കൊണ്ടുവരണം കേട്ടോടാ. പോക്കോ, പോയിട്ട് വാ എസ്റ്റേറ്റിലോട്ട്, അപ്പച്ചൻ വിളിച്ചോളാം. മണി വേണം. എന്ത് മണി? എന്തിനാ നിനക്ക് പൈസ? ബിസിനസ് ചെയ്യണം. എന്ത് ബിസിനസ്? എന്നാ ഏലപ്പാറ തോട്ടം നിനക്ക് എഴുതി തരാം. ഒറ്റയ്ക്ക് ബിസിനസ്സോ? എന്ത് ബിസിനസ്സാ? അപ്പച്ചനൊന്ന് ആലോചിക്കണം. ജംഗ്ലി റമ്പിയോ? എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിന് ഈ ഗതി വന്നല്ലോ. പ്രാർത്ഥനയും വിശ്വാസവുമായിരുന്ന എൻ്റെ ഭവനത്തിൽ ജംഗ്ലി റമ്പിയോ? ജംഗ്ലി റമ്പി തിരുമണി നോക്കി നിൽക്കാതെ. ദൈവമേ, നീ ആ പൈസ എടുത്തേ, ചെറുക്കൻ ചോദിച്ചാ കൊടുത്തേക്കാം. എത്രയാന്ന് അറിയത്തില്ല, നീ കൊണ്ടുപോക്കോ. നീ രക്ഷപ്പെട്ട അപ്പച്ചന് സന്തോഷമേ ഉള്ളൂ. ജംഗ്ലി റമ്മിയോ അല്ലാത്ത റമ്മിയോ എന്താന്ന് വെച്ചാ പോയി കളിക്കടാ. പോയിട്ട് വാ പോലെ, പ്രാർത്ഥിക്കാടാ. എന്റെ ദൈവമേ, സെന്റിമെന്റ്സ് ഇടയ്ക്ക് ഭാര്യ മാറി പോയതാടി. There are Dell Edge devices that scale up conservation at a level that had never been seen before. Having solutions that can overcome that challenge of scale and just really enable actual meaningful conservation work.
ഡാൻ നിൽക്കണ്ട, ആറ്റിറ്റ്യൂഡ് ചേർത്തില്ല. അപ്പച്ചാ എല്ലാം പോയി. അപ്പച്ചാ ഞാൻ വരുവാ. അതെന്താ ചെയ്യണം? അത് അതിന് മുമ്പ് കട്ടം താത്തു. കുഴപ്പമില്ല, നീ പോയി ഇപ്പം കയ്യിൽ കൊടുത്തുവിടുവാ. വാടാ വാടാ വാടാ, പൊക്കാം പൊക്കാം പൊക്കാം. എടാ കയ്യിലുള്ളൂ, വേഗം വേഗം. കയ്യിൽ കൊടുക്കണം, ടൈം കളയാതെ. പൊക്ക 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 പൊക്ക. ആരോ വരുന്നുണ്ടല്ലോ. ആരാ? ബാബു ആണോടാ? ബാബു അല്ലല്ലോ. മോനെ, എന്റെ പൊന്നു മോനെ, നിന്റെ ജഗ്ലി റബ്ബി തീർന്നോടാ. എനിക്കറിയാടാ, അല്ലേലും നമ്മളൊന്നും ചെയ്തത് ഒന്നും ശരിയായിട്ടില്ല. എടി ഡേയ്സി, ഗ്രേസി, എന്റെ പൊന്നുമോ വന്നടി. കുഞ്ഞുമോനെ മുതലെടുക്ക് ഓടാ കുഞ്ഞുമോനെ. എടാ ഞാനാണാ വിളിച്ചത്. ഓടാ, എന്റെ പൊന്നുമോ വന്നടാ. നമുക്കിത് ആഘോഷമാക്കണം, ആഘോഷമാക്കണം. പോത്തിനെ ഇറക്കടാ. വിളിക്ക്, സാധനം എടുക്ക്, തകർക്കാം. മകനെ, എടാ ഇതെന്നാണ്? ഇത് ആരാണ് വാർത്താൻ പറയുന്നത്? ആരാ വാർത്ത? എല്ലാ കളിയാ കർട്ടന്റെ അടുത്ത് അറിയാതെ ആരെങ്കിലും കൊണ്ട് നിർത്തടാ. ഇവനെ വീട്ടിൽ നടക്കാൻ നീ പറഞ്ഞ സ്നേഹം പകുത്തു കൊടുക്കാൻ ഇത് ഞാൻ ബെസ്റ്റ് ബേക്കറിയിൽ പഠിച്ച കേക്കല്ല. ഞാൻ കുഞ്ഞിലെ മുതൽ സൺഡേ സ്കൂളിൽ പഠിച്ച അനുരഞ്ജനത്തിന്റെ സ്നേഹത്തിന്റെ കഥയാണോ? പോയി അനുരഞ്ജനപ്പെടണം നിന്റെ അനിയനുമായിട്ട്. കോഡ് നമ്പർ 1 സ്കിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ മത്സരങ്ങളുടെയും ആവേശകരമായ ഒന്നാണ് പ്രോത്സാഹനം. എന്നാൽ നിങ്ങളുടെ പ്രോത്സാഹനം ജഡ്ജിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഡയലോഗ്സ് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രോത്സാഹനത്തിന്റെ ശബ്ദം കൂടുന്നതായിട്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നാടകത്തിന്റെ ഇടയ്ക്ക് പ്രോത്സാഹനം നടത്തുന്നത് കുറയ്ക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. കോഡ് നമ്പർ 2. Hello, check. Hello. 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 Hello, check. Hello. കോഡ് നമ്പർ 2 ശേഷം കോഡ് നമ്പർ 3 റെഡിയായി നിൽക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. ടൈം ലാഗ് കൂടാതെ പരിപാടി നടത്തേണ്ടതിന് കോഡ് നമ്പർ 3 തയ്യാറായി നിൽക്കേണ്ടതാണ്. കോഡ് നമ്പർ 2 10 മിനിറ്റ് ഇവിടെ ആരംഭിക്കുന്നു.
ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സ്വപ്നാതീത സീമകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരത്തിൻ്റെയും സദാചാരത്തിൻ്റെയും ധാർമ്മികതയുടെയും മൂല്യബോധത്തിൻ്റെയും നൈതികതയുടെയും സൂചിക എതിർദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. വിമോചനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക അന്വേഷണത്തെ ചൂഷണം ചെയ്ത് ഭൗതിക ലൗകിക ലാഭത്തിനുള്ള ഉൽപ്പന്നമായി ആത്മീയത ഉപയോഗിക്കുമ്പോൾ യുവത്വം വഴിതെറ്റുന്നു. ബോധപൂർവമായ വിവേചനത്തിന്റെയും ബ്യൂറോക്രസിയുടെ ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെയും മലിനമാർഗത്തിലൂടെ യുവത വഴിതെറ്റി യാത്ര ചെയ്യുന്നു. തിന്മകളോടുള്ള യുവതിയുടെ നിസ്സംഗത മനോഭാവമാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ അപകടമെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും വലുതായിക്കൊണ്ടിരിക്കുന്ന അന്ധഛിദ്രതയിലൂടെ നഷ്ടപ്പെടുന്ന ലോകസമാധാനം നിലനിർത്തുവാനും അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിലേക്കും നയിക്കുവാൻ ക്രിസ്തു സ്നേഹത്തിന് മാത്രമേ കഴിയൂ. നാം അനുഭവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതുല്യമായ സ്നേഹവിധിയിലേക്ക് മറ്റുള്ളവരെയും ചേർത്ത് നിർത്താം. കുറെ നേരം ആയല്ലോ. ഒന്നുമില്ലടാ, പ്രാർത്ഥിക്കാൻ നേരത്താ. ഒന്നുമില്ലടാ, ഒന്നുമില്ല. എടാ നീ ഒന്നെങ്കിൽ ഇത് ഓഫി അല്ലെങ്കിൽ നീ എടുക്കത്. പള്ളി സമയമാ. ഒന്നുമില്ലെന്ന്. ഹലോ ഹലോ ഹലോ. ആ ഞാൻ ഇപ്പോൾ വരാം. ഹലോ ഹലോ. ആ എടാ അവരെ വിളിക്ക. യൂത്ത് മീറ്റിംഗ് ഉള്ളതാ, അവനെ വിടരുത്. നീ എവിടെ പോവാ? എടാ ഇപ്പോൾ വരാം. അത്യാവശ്യം യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. എപ്പോഴാണ്? ഞാൻ പിന്നെ വരാം. ഞാൻ പോട്ടെ. അത്യാവശ്യം സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ. എടാ അവനെവിടെ പോവാ? അറിയത്തില്ലടാ, എവിടോ എന്തോ പറഞ്ഞു പോവാ. എന്തോ പ്രശ്നമുണ്ട്, കണ്ടുപിടിക്ക. എന്തൊക്കെയുണ്ട്? എൻ്റെ ആളിയാ, ഇന്ന് പള്ളി ഞാൻ ഭയങ്കര താമസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ പ്രസംഗം വലിച്ചു നീട്ടി. ഇവിടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അവന്മാർ വരിക യൂത്ത് മീറ്റിംഗ് ആയിട്ട്. സമയമുണ്ടോ? ഞാൻ അതാ ഓടി വന്നേ. പള്ളിയും യൂത്തും എന്താടാ? എൻ്റെ ആളിയാ, ഞാൻ വന്നില്ലേ സാനത. കൊണ്ടുപോകണം. ആ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിക്ക്. എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ എത്ര ഉണ്ടാക്കുന്നു? നിങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്യുക. ഓക്കെ. മണ്ടൻ ദൈവം, ചെകുത്താനായ എന്റെ ബുദ്ധി അവന് കാണില്ലല്ലോ വക്രബുദ്ധി. ഈ ലോകത്തെ നശിപ്പിക്കാനാ ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പല രൂപത്തിൽ, പല ഭാവത്തിൽ. ദാ കണ്ടില്ലേ, ഒരുത്തനെ കൂട്ടുകാരന്റെ രൂപത്തിൽ വന്ന് അവനെ തടയാൻ നോക്കി. ഞാൻ വിട്ടുകൊടുക്കുവോ? ഞാനുള്ളിടത്തോളം കാലം അവരെന്റെ പാതയിൽ നടക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ടോണം അവന് വരാൻ പോകുന്ന വിധി. അവർ കൈമാറിയ ആ ഒരു പൊതിയുമായി അവൻ ചെന്നുപെട്ട് മുൻപോട്ടുള്ള അവന്റെ വിധി നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. അവന്മാര് പറഞ്ഞ അതേ കളർ പാൻറ്, അതേ ഷർട്ട്. ചേട്ടാ, അവന്മാര് പറഞ്ഞ ആളാണോ? നിന്റെ കയ്യിലാണോ കൊടുത്തയച്ചേക്കുന്നത്? എൻ്റെ തന്നു വിട്ടേക്കുന്നത്. ഉറക്കം പറയില്ലേ? ചെറിയ പറ ആരും കേൾക്കണ്ട.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓ എന്തോ കുഴപ്പമാ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുവാ ഇതൊക്കെ. ഞാൻ ആദ്യമായിട്ടാ ഞാൻ എടുക്കാം കേട്ടോ. മാറി കണ്ടില്ലേ അവന്റെ വിധി. ഇനി അവൻ ജയിലിലേക്ക് പോകും. അവൻ പുറത്തിറങ്ങി അവന്റെ പള്ളിയിലേക്ക് ചെല്ലും. കാണാൻ നമുക്ക് അവൻ ഓർക്കുന്നത് അവനവനെ സ്വീകരിക്കുമെന്ന്. ഈ ഞാനുള്ളപ്പോഴോ ദൈവമാണത്രേ, ക്രിസ്തു സ്നേഹമാണത്രേ, അനുരഞ്ജനമാണത്രേ, ഐക്യതയാണത്രേ. ഈ ഞാനുള്ളപ്പോഴോ കണ്ടു മനസ്സിലാക്ക് അവൻ എന്ത് സംഭവിക്കും. എൻ്റെ ദൈവമേ, നീ എനിക്ക് എന്തോരോ അവസരങ്ങൾ നൽകി. എന്നെ അവർ പള്ളിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ നോക്കി. എൻ്റെ അവസരങ്ങളെല്ലാം ഞാനാണ് നഷ്ടപ്പെടുത്തിയേ. എനിക്കൊരു പുതിയ ജീവിതം കിട്ടുമോ ഈ ലോകത്ത്? അതെനിക്ക് പ്രാപ്തമാക്കുമോ എനിക്ക് ഈ സമൂഹം? എൻ്റെ കൂട്ടുകാർ, എൻ്റെ കുടുംബം, അവരൊക്കെ എന്നെ കൈക്കൊള്ളുമോ? എന്തായാലും ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെ പോവാം. അവരോടല്ലേ ഞാൻ ജീവിച്ചേ. അവരെന്നെ കൈക്കൊള്ളുമോ എന്ന് എനിക്കൊന്ന് നോക്കണം. ഞാൻ അവരുടെ അടുത്തേക്ക് പോവാ. അവരുടെ അടുത്തേക്ക് എടാ നമുക്കിതേ മീറ്റിംഗ് നമുക്ക് അങ്ങനെ ചെയ്യാം. അവൻ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്കിറ്റ് തുടങ്ങിയാലോ? ഇനി അവൻ നമ്മുടെ പിള്ളേരെ വഴി തെറ്റിക്കുവോ? അവരിന്നാളെ ചെയ്ത പോലെ ചെയ്താലോ? ഇവനൊന്നും പള്ളി കയറ്റാൻ പാടില്ലാത്തയാ. ഇതാരാ വരുന്നേ? അറിഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. എന്താ ഇവിടെ? എടാ ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. ഇവനോട് സംസാരിക്കാൻ? ഇവനൊക്കെ നമ്മളെ പിഴപ്പിക്കും. എന്റെടാ ഞാൻ അറിയാതെ അബദ്ധം പറ്റിപ്പോയതാടാ. ചുമ്മാ നാടിന് വീടിന് വേണ്ടി എടാ അത്യാവശ്യ കാര്യത്തിന് ചെയ്തതാ. എനിക്ക് തെറ്റി മനസ്സിലായി. എന്നോട് ക്ഷമിക്കേ. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഈ പള്ളി ഇനി നല്ല നല്ല പിള്ളേരുണ്ട്. അന്നേ നിന്നെ ഞങ്ങൾ വിളിച്ചതാ, പോവരുത്. നീ ദൈവത്തെ മറന്നു. എനിക്കിങ്ങനെ സംഭവിച്ചത്. നീങ്ങി വാ. എടാ ഈ പറയുന്നത് നമ്മളൊക്കെ പുണ്യാളന്മാരാണ്. എടാ അവനൊരു തെറ്റ് പറ്റി, അത് അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു മിസ്റ്റേക്ക്. അവന് കാശിന് അത്യാവശ്യം വന്നു, നമുക്കും അത് അറിഞ്ഞ് ചെയ്യാനൊന്നും പറ്റിയില്ല. അവനപ്പോൾ അവൻ്റെ ബുദ്ധിയിൽ പൊട്ടബുദ്ധി തോന്നിയ ഒരു കാര്യം ചെയ്തു. എടാ നമ്മളോട് ചെറുപ്പം മുതൽ കളിച്ച് വളർന്നവനല്ലേടാ അവൻ ഇങ്ങനെ ഒന്ന് പോയെന്ന് പറഞ്ഞ് നമ്മൾ അവനെ തള്ളിക്കളഞ്ഞാലോ? കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു എന്തുവാ? 99 ആടും കളഞ്ഞു ഉണ്ടായിരുന്നപ്പോഴും ഒരെണ്ണം കളഞ്ഞു പോയപ്പോൾ അതിനെ തിരക്കി പോയതാ കർത്താവായ യേശുക്രിസ്തു. ആ ഒരു യേശുക്രിസ്തുവിൻ്റെ പാതയിൽ പോകുന്ന നമ്മൾ ഇവൻ ഇങ്ങനെ പോകുമ്പോൾ ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും? എടാ നമ്മൾ എന്തിനാ ഈ ഐക്യവും അനുരഞ്ജനവും ഒക്കെ പഠിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ എന്ത് നേടുന്നു? വാ കൊണ്ട് പറയാനും പ്രസംഗിക്കാനും അതിനൊക്കെ വേണ്ടി മാത്രമുള്ളതാണ് ഇത്. പ്രവൃത്തി കാണിക്കണം. പോടാ, അവനെ പോയി വിളിച്ചോണ്ട് വാ. ചെല്ലേ പോ. അതാ പോടാ. വേണ്ട, ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടെ പോകും. വേണ്ട. എടാ അങ്ങനൊന്നും അല്ലടാ. ഇവന്മാരിങ്ങനെ പറഞ്ഞ് നീ ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? എടാ അവന്മാരത് പറഞ്ഞ അന്നേരത്തെ അവന്മാരെ ഒരു ബുദ്ധിയുണ്ടാ. നമ്മൾ ഈ ഐക്യത്തെപ്പറ്റി അനുജത്തിനെപ്പറ്റി എന്ത് പഠിച്ചിട്ടുണ്ട്? നീ അതുകൊണ്ടായിട്ട് നമ്മളോടൊരു കാര്യം വന്നിട്ട് പറഞ്ഞില്ല. അത് പോട്ടെ, നീ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നല്ലോ, വേറൊരു വഴിക്ക് നീ പോയില്ലല്ലോ. ഞങ്ങളുണ്ടാ നിനക്ക്? നീ വാ, നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. യൂത്തിൻ്റെ ഒരു സ്കിറ്റ് വരുന്നുണ്ട്, അതൊന്ന് റെഡിയാക്കണം. വാ. വീണ്ടും ദൈവ സ്നേഹം എന്നെ തോൽപ്പിച്ച് കളയുകയാണ്. ഈ സ്നേഹം അടുത്ത തവണ ഇവർക്ക് വിരിച്ച വലയിൽ ഇവർ വീഴുക തന്നെ ചെയ്യും. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വീഴ്ത്തും.
പക്ഷേ ഈ ദൈവസ്നേഹം വീണ്ടും വീണ്ടും ഈ യുവതിയിലൂടെ പ്രതിഫലിക്കുകയാണ്. ഓ അടുത്ത കോഡ് നമ്പർ 3. അതിനുശേഷം കോഡ് നമ്പർ 4 എത്രയും വേഗം വേദിയിൽ തയ്യാറായി നിൽക്കേണ്ടതാണ് എന്നറിയിക്കുന്നു. കോഡ് നമ്പർ 4 വേദിയുടെ സമീപത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ്. കോഡ് നമ്പർ 3ക്കുള്ള 10 മിനിറ്റ് സമയം ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ സമൂഹമാണ്. നമുക്ക് ഇവരെ കാണാതെ പോകാൻ പറ്റില്ല. ഇവരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഇല്ല, എനിക്കിതില്ലാതെ പറ്റില്ല. ഇതാണ് എന്റെ ലഹരി. വേണ്ട, നിർത്ത്. ഇല്ല, 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 എനിക്ക് മരിക്കണം. ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. ചോര കണ്ട് അറപ്പ് മാറിയവനാണ് ഞാൻ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് വേണ്ടിയല്ല, എന്റെ നേതാക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇനിയും അവർക്ക് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്യും. ആരെയും കൊല്ലും ഞാൻ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം? ഒന്ന് നിർത്തിക്കൂടെ ഈ നശിച്ച യുദ്ധം? എന്റെ ഉടൽ, എന്റെ ശരീരം, ഇതാണ് എന്റെ ആയുധം. ഇതുകൊണ്ട് ഞാൻ കുറെ കുടുംബങ്ങൾ നശിപ്പിക്കും. കള്ളോളം നല്ലൊരു വസ്തു ഈ ഭൂവില്ലടി മറിയേ. ആവില്ല, എനിക്കതില്ലാതെ പറ്റില്ല. ഞാനാണ് ഭൂമി.
ദൈവത്തെ നിലനിർത്തിയ ഭൂമി. എന്നാൽ ഇന്ന് ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് കാരണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അതിനൊക്കെ കാരണം? ഞങ്ങളുടെ ഒരേ ഒരു രാജാവ്. ആരാണ് നിങ്ങളുടെ രാജാവ്? അവനാണ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നും സ്നേഹം എടുത്തു കളയുന്നത്. ലഹരി. അവനാണ് ഞങ്ങളുടെ രാജാവ്. അവനാണ് ഞങ്ങളിൽ നിന്ന് അനുരഞ്ജനത്തെ പറിച്ചു മാറ്റിയത്. ആരാണവൻ? ഞാനാണ് അയാൾ. നിങ്ങളെ കൊണ്ടെല്ലാം തെറ്റിയിപ്പിക്കുന്ന ഒരുത്തൻ. നിങ്ങളുടെ എല്ലാം ഒരേ ഒരു രാജാവ്. നിങ്ങൾക്കുള്ളിലെ സ്നേഹവും നിങ്ങൾക്കുള്ളിലെ അനുരഞ്ജനവും എല്ലാം എടുത്ത് കളയുന്നവൻ. നിങ്ങൾ ഓരോരുത്തരും ഇവരും എൻ്റെ അടിമകളാണ്. ഇവർക്ക് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, ക്രൂശിൽ മരിച്ച ഒരുവൻ. ശരിയാണ്, അവൻ ഞങ്ങളുടെ രാജാവായിരുന്നു, യേശു. സ്നേഹം നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ ഈ കുഞ്ഞു ഭൂമിയിലേക്ക് വന്നവൻ. എന്നാൽ ഈ ലോകത്തിലെ പാപങ്ങൾ അവനെ ഉപദ്രവിച്ചു, നിന്ദിച്ചു, ക്രൂശിച്ചു. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. എന്നാൽ സാത്താന്റെ എല്ലാ പ്രവൃത്തികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ലോകത്തിന്റെ രക്ഷകൻ ക്രിസ്തു. ലോകം എത്ര പാപത്തിൽ വീണാലും ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ഐക്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിച്ച്
കൂട്ടിക്കൊണ്ടുപോകും. ആ ക്രിസ്തുവിന്റെ പിൻഗാമികളാകാം നമുക്ക്. മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാബന്ധമാണിതു 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 യുഗകാലം വരെയും. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അടുത്തതായി വേദിയിൽ കോഡ് നമ്പർ 4, കോഡ് നമ്പർ 5 തയ്യാറായി നിൽക്കണം എന്ന് അറിയിക്കുന്നു. കോഡ് നമ്പർ 5 വേദിയുടെ സമീപത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ്. അടുത്തതായി വേദിയിൽ സ്കിറ്റ് അവതരിപ്പിക്കുന്നത് കോഡ് നമ്പർ 4. കോഡ് നമ്പർ 4-ന് ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള 10 മിനിറ്റ് ഇവിടെ ആരംഭിക്കുന്നു. യുഗാന്തരങ്ങൾ തോറും സമാധാനത്തിന്റെ ദൂതൻ പിറക്കുവാൻ തൊഴുത്ത് തേടിയത് മനുഷ്യകുലത്തെ നയിപ്പാനും രക്ഷിപ്പാനുമാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തന്റെ ജീവനെ ബലിയായി അർപ്പിച്ചത് ഈ ലോകത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനാണ്. ആ ക്രൂശിലെ രക്തമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുരഞ്ജനവും ഐക്യവും. ലോകത്തെ അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന ചാലകങ്ങളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ മുൻപിൽ പള്ളം വൈദിക ജില്ല അവതരിപ്പിക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ? മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇനി ഇതെന്തിനാ എനിക്ക്? എന്താ മനുഷ്യ നിങ്ങൾക്ക്? കഥകൾ തുറക്കടി. എന്തുവാ? മനുഷ്യ അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. നീ എന്നെ തല്ലാറായണോ? നീ എന്നെ തല്ലാറായോ? നിന്റെ ഒരു പ്രസംഗം ഇനി മേല പ്രസംഗം അതാ ഇതാ ഇങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് വാ.
നാളായിട്ട് തുടങ്ങിയത്. എനിക്ക് നാളെ പ്രസംഗമുള്ള, ഞാനിനി അവിടെ പോയി എന്ത് പറയാനാ? മോനെ സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ അപ്പനോട് ഇടപെടും. മോനെ കരയണ്ട, പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടത് നാളെ ദൈവം നിനക്ക് തരും. നീ നാളെ ദേവാലയത്തിൽ പോയി പ്രസംഗിക്കണം. ബൈബിളിൽ ഒരു കഥയുണ്ട്, ഞാൻ മോന് പറഞ്ഞു തരാം. പണ്ട് പണ്ട് യേശു കർത്താവ് കല്ലെറിയട്ടെ. നിങ്ങൾ എന്തിനാണ് ഇവളെ കല്ലെറിയാൻ തുനിഞ്ഞത്? ഈ ലോകത്തിൽ പാപം ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത്? ഞാൻ കർത്താവാകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാനും ക്ഷമിപ്പാനും പഠിപ്പിക്കും. സ്ത്രീയെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, പോക. ഇനി മേലാൽ വ്യഭിചാരം ചെയ്യരുത്. ഇല്ല കർത്താവേ, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരമാണ് വേശ്യയുടെ അല്ലെങ്കിൽ ആ വേശ്യ സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത്. ഇപ്രകാരം നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാനും അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുവാൻ ആ ഒരു മെസ്സേജിനെ ഫോർവേഡ് ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും സാധിക്കണം. ശരിക്കും ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരം ഈ ഒരു സഭയിൽ പ്രസംഗിക്കുവാൻ കടന്നു വരാൻ കഴിയുമെന്നോ എൻ്റെ ഈ ഒരു സന്ദേശത്തെ പറയുവാൻ കഴിയുമെന്നോ ഞാൻ വിചാരിച്ചതല്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച കാലം എൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ, ചില വേദനയേറിയ വിഷമമേറിയ കാര്യങ്ങൾ, അതിനൊക്കെയും പിതാവ് എൻ്റെ കൂടെ ഇരുന്നു. എൻ്റെ ജീവിതത്തിൽ ശരിക്കും വേദനയുണ്ടാക്കുന്ന ഇന്നലെ വൈകുന്നേരം വരെ ശരിക്കും നിങ്ങളോട് എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് പ്രസംഗിക്കണം എന്നറിയാത്ത ശൂന്യതമായ ഒരു മനസ്സുമായാണ് ഞാൻ ഇന്നലെ വരെ ജീവിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അമ്മയുടെ രൂപത്തിൽ പിതാവ് എന്നോട് ഇടപെട്ടു. ഞാൻ എന്ത് സന്ദേശം നിങ്ങളോട് പറയണം എന്ന് എൻ്റെ അമ്മ വഴി എനിക്ക് ലഭിച്ചു. പലപ്പോഴും ഇന്ന് പലരുടെയും ജീവിതത്തിൽ മുൻപോട്ടിനി എന്ത് എന്ന് അറിയാത്ത ഒരു സമയങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വേദനകളെ വിഷമങ്ങളെ കാണുന്ന പിതാവ് നമുക്ക് തുണയായിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അങ്ങനെ അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമുക്ക്
നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി വേദിയിൽ കോഡ് നമ്പർ 5. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ വിധി നിർണയിക്കുന്നതിനെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ദയവ് ഇത് ശ്രദ്ധയിൽ വെക്കുക. നിങ്ങളുടെ ശബ്ദം കാരണം നല്ല ഡയലോഗ്സ് കേൾക്കാൻ പറ്റാതെയും അത് മത്സരത്തിന് സമ്മാനത്തിന് അർഹമാവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വിഷമകരമാവുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഒത്തിരി ശബ്ദമുണ്ടാക്കി സ്കിറ്റിനെ അലോസരപ്പെടുത്താതിരിക്കുക. വിധി നിർണയത്തിന് തടസ്സമുണ്ടാകാതിരിക്കട്ടെ. കോഡ് നമ്പർ 005. ഹലോ 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 ഇത് എന്റെ ലോകം. എടാ ഇത് കണ്ടോ, എനിക്ക് അമ്മ മേടിക്കുന്ന പുതിയ സ്കെയിലാ. എനിക്ക് അമ്മ മേടിക്കാൻ എന്റെ സ്കെയിൽ നീ കളഞ്ഞു. ഗുഡ് മോർണിംഗ്. മതി ഗുഡ് മോർണിംഗ്. ഇരിക്കും
നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹിക്കുന്നുണ്ടോ നിങ്ങള്? പിന്നെ സാറ് പഠിക്കുന്ന സ്നേഹയോട് ഭയങ്കര നമ്മള് പറയുന്നത് പഠിക്കാൻ പോവാ വീണ്ടും. അനുസരണം കാണിക്കരുത്. അനുസരണം കാണിക്കുന്ന ആരാ? ചീത്ത കുട്ടികള്. ചീത്ത കുട്ടികൾ അനുസരണം കാണിക്കുന്നത് നല്ല കുട്ടികളെ എപ്പോഴും ക്ലാസ് കഴിഞ്ഞു. ഞാൻ നീ പോവാ, അടുത്ത ക്ലാസ്സിൽ കാണാം. എടാ അപ്പുക്കുട്ട, ഏടാ പുതിയ സ്കെയില്. സോറി ഉമ്മ. വാ. എന്റെ കുഞ്ഞിനെ അനുഭവിക്കും ഈ യുദ്ധവും കാളും. ഈ പിള്ളേര് ഒരു സാധനം വെച്ച കാണില്ല. മാളു മാളു ഒരെണ്ണം പറഞ്ഞു കേൾക്കുന്നത്. ഒരു വൃത്തിയില്ല. ഈ മുടി കാണിച്ചേ. എന്നെ വെക്കണം എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നിന്റെ ഒരു അമ്മ എങ്ങനെ വളർന്നാണ് എന്റെ വയറ്റിനകത്ത് നീ? ആണും പെണ്ണുകളുടെ ജന്മം എങ്ങനെയാണത്? അമ്മയുടെ എത്ര ആണ് പറഞ്ഞു ആണല്ല പെണ്ണാണെന്ന്? അമ്മ എന്നെ ഒന്നും മനസ്സിലാക്കണം. നിന്റെ ഒരു അമ്മ എനിക്കൊരു ചെയ്തു തരോ? എനിക്ക് വീഡിയോ ഒന്ന് പ്രിന്റ് ചെയ്ത് തരോ? എനിക്ക് വെറുപ്പാ നിന്നെ. എന്റെ കൂട്ടുകാരൊക്കെ നീ കളിയാക്കുക. അങ്ങനെ പറയില്ല മാളു. സ്വാർത്ഥതയും യുദ്ധവരകളും നടമാടുന്ന ഈ ലോകത്തെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത മനുഷ്യപുത്രനെ വീണ്ടും മുറിപ്പെടുത്താതിരിക്കാം. ക്രൂശിലെ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്ത രക്ഷകനെ പാത പിന്തുടരാം. അനുരഞ്ജനത്തിന്റെ വക്താക്കളാകുവാൻ കൈകോർക്കാം. കോഡ് നമ്പർ 5 സ്കിറ്റ് അവസാനിച്ചിരിക്കുന്നു. കോഡ് നമ്പർ 6 തയ്യാറായി നിൽക്കേണ്ടതാണ്.
കോഡ് നമ്പർ 6 ശേഷം കോഡ് നമ്പർ 7 സ്കിറ്റാണ്. കോഡ് നമ്പർ 7 വേദിയുടെ സമീപത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ് എന്നറിയിക്കുന്നു. കോഡ് നമ്പർ 7 വേദിയുടെ സമീപത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ്. കോഡ് നമ്പർ 6 ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള 10 മിനിറ്റ് ഇവിടെ ആരംഭിക്കുന്നു. കാലാകാലങ്ങളിൽ യുവജന സമ്മേളനങ്ങളിൽ കാലികമായി പല വിഷയങ്ങളും നാം ചർച്ച ചെയ്യാറുണ്ട്. യുവജന സുഹൃത്തുക്കൾ പലരും വളരെ സജീവമായി ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. എന്നാൽ നാം ചർച്ച ചെയ്യുന്ന ചിന്തകൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ട്? കേൾക്കുന്ന ചിന്തകളെ ഗൗരവമായി എടുക്കാത്ത ഒരു യുവാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നുപോകാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ആരാധന സംബന്ധിക്കുന്ന ഏവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച യുവജന ഞായറാണല്ലോ, അത് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ ഒരുങ്ങണമെന്ന് അറിയിക്കുന്നു. അതുപോലെ അടുത്ത ആഴ്ച ഡെപ്യൂട്ടേഷൻ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി യൂത്ത് മീറ്റിംഗ് ആണ്. നീങ്ങുന്നേ അത് യൂത്ത് സൺഡേ ആണ്. എല്ലാവരും വരണം കേട്ടോ. ഒന്നാമത് നീ വായിക്കണേ. നോക്കാം. രണ്ടാം പടം വേണേ സംഗീതമായി കേട്ടോ. വേണേട്ടോ വേണേ. വരാം. ദൈവനാമത്തിന് മാസം ഉണ്ടാകട്ടെ. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ലോകത്തെ അനുരഞ്ജനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന ക്രിസ്തു സ്നേഹം എന്നുള്ളതാണല്ലോ. ഇന്ന് പഴയ നിയമ വേദഭാഗമായി നാം വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം മുതലുള്ള വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന യോസഫിനെ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഇന്ന് പഴയ നിയമ വേദഭാഗമായി വായിച്ച് നാം കേട്ടല്ലോ, ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളിൽ യോസഫ് രൂപപ്പെടുത്തിയ യോസഫ് മോഡൽ നാം ഓരോരുത്തരും മാതൃകയാക്കേണ്ടത് തന്നെയാണ്. യോസഫ് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ച് അനുരഞ്ജനപ്പെട്ടു. യോസഫ് സഹോദരന്മാരോട് ഇടയിൽ അനൈക്യത്തെ തിരുത്തി ഐക്യപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹത്താൽ തന്നെ അവമാനിച്ച, തന്നെ വിറ്റുകളഞ്ഞ, ഉപദ്രവിച്ചവരോട് ക്ഷമിപ്പാൻ, അനുരഞ്ജനപ്പെടുവാൻ യോസഫിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും അനുരഞ്ജനത്തിൻ്റെ ഐക്യത്തിൻ്റെയും പാതയിൽ പിന്തുടരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഡെപ്യൂട്ടേഷൻ പ്രസംഗം നടത്തിയ ബിജോയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് യുവജന ഞായറായിട്ട് ഇവിടുത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ യുവജന പ്രസ്ഥാന അംഗങ്ങളാണ്. അതിന് നേതൃത്വം നൽകിയ യൂണിറ്റ് സെക്രട്ടറിയുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസംഗം നല്ല രസമുണ്ടായിരുന്നല്ലേ? എടാ നല്ലൊരു ആശയമല്ലേ പറഞ്ഞത്? ലോകത്തെ അനുരഞ്ജനത്തേക്കും പറഞ്ഞിട്ട് പോവാ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നമ്മുടെ ജീവിതത്തിൽ നടക്കും. നീ പറഞ്ഞു കൊടുത്ത് നല്ല കാര്യമല്ലേ ഇതൊക്കെ? ചുമ്മാ നടക്കുന്നില്ല. ആരോടായി പറയുന്നത്? പുല്ല് ചാർജും തീർന്നു. ചാർജർ എന്തേ? ചാർജർ എന്തേ? ഞാൻ എടുത്തിട്ടില്ല. ചാർജർ നിന്റെ? ഞാൻ കണ്ടില്ല. ചാർജർ എന്റെ? ഞാൻ കണ്ടില്ല. നീ പോയെടുത്ത് നോക്ക്. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്റെ ദൈവം, ഈ പിള്ളാരെ കൊണ്ട് എന്തൊരു ശല്യമാന്ന് പറഞ്ഞാട്ടെ. അവനെ ഈ ബഹളം ഉണ്ടാക്കുന്നത്. നിന്നെ കൊണ്ട് ഒരു സമാധാനം ഈ വീടിനില്ലേടാ. ഞാൻ ശല്യോ ഈ വീട്ടിൽ ശല്യോ ഇറങ്ങി പോയി പുല്ല്. പൊക്കോ ഇങ്ങോട്ടാന്ന് വെച്ചാ. എടാ ചോദിച്ചേ ഇങ്ങ് വാ. എന്നാ പറ്റിയെന്നേ? വീട്ടിൽ സമാധാനം ഇല്ലടാ. നീ എന്തിനാ ഈ തൊട്ടനും പിടിച്ചനും അടി ഉണ്ടാക്കുന്നത്? എന്തിനാ ഇപ്പൊ അടി? ഇവർക്ക് പറയാനേ മനസ്സിലാവുന്നില്ല ആർക്കും. തന്നെ ഇന്ന് എന്തിനായിരുന്നു അടി? ചേട്ടൻ ചാർജർ കാണുന്നില്ല. എടാ ചാർജർ ആരെടുത്ത് ചോദിച്ചാലും കിട്ടും. അതിന്റെ പേര് അമ്മ എടുത്ത് അടിയിക്കുന്നത്. എടാ നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മാത്രമേ. ചുമ്മാടാ, ഇതൊന്നും ഇല്ല. കളിക്കാൻ വിളിച്ചോണ്ട് പോവാ. വാ കളിക്കാം. എടാ ഇവര് പച്ചവെള്ളത്താൻ ഔട്ടാക്കണേ. എടാ നിനക്കെന്താടാ പറഞ്ഞ മനസ്സിലാക്കാൻ കണ്ടില്ല? നീ ബാക്കിയുള്ളവർ ഉൾക്കൊള്ളു. എനിക്ക് ഒരാള് പറഞ്ഞ മനസ്സിലായി. 1 2 3 എല്ലാരും പറഞ്ഞു. നീ എന്തിനാ തൊട്ടിന് പിടിച്ചോണ്ട്?
എടാ ഔട്ടല്ല. നീ പറഞ്ഞത് മനസ്സിലാക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ വയ്യ. ഞാൻ ഇഷ്ടമുള്ള ചെയ്തോളാം, നീ പോ. അപ്പോ ഇന്നലെ നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയത്? പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ എന്തുപയോഗിച്ചാണ് വേട്ടയാടിയിരുന്നത്? അവിടെ ആരാ ഉറങ്ങുന്നത്? താൻ ഉറങ്ങുന്ന? താൻ ഇന്നലെ ഉറങ്ങിയില്ലേ? അതോ താൻ കക്കാൻ പോയേക്കുമായിരുന്നോ? മിണ്ടായിരിക്കുള്ളാരെ വായിക്കട്ടെ. നോട്ടീസ് ഉണ്ട്. സ്കൂൾ ഫീസ് അടയ്ക്കാത്തവരുടെ പേര് വായിക്കുകയാണ്. എത്രയും വേഗത്തിൽ സ്കൂൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. ജ്യോതിഷ്. ആ, തന്റെ പേരാണല്ലോ. താൻ എല്ലാത്തിലും ഇത് തന്നെയാണോ? താൻ ക്ലാസ്സിലും വരില്ല, ക്ലാസ്സിൽ വന്ന ഉറക്കം, പഠിക്കുകയില്ല. താൻ ഒച്ചയോട് സംസാരിക്കുന്നത്? ഞാൻ പതുക്കല്ലേ ചോദിക്കുന്നത്? താൻ എന്നെയാണോ ഷൗട്ട് ചെയ്യുന്നത്? താൻ എന്നെയാണോ ഷൗട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് താൻ കേട്ടാ മതി. താൻ ഇതിനെ എന്നെ ഷൗട്ട് ചെയ്യുന്നത്? എന്നെ ഷൗട്ട് ചെയ്യുന്നത് ഇറങ്ങണോ? ക്ലാസ്സിൽ ഇറങ്ങണോ? ക്ലാസ്സിൽ ഇറങ്ങാൻ ഒരു കാര്യം പറഞ്ഞു. വന്നോ വീണ്ടും സമാധാനം കളയാൻ വേണ്ടി? നീ പോ, എന്താന്ന് വെച്ചാ ചെയ്. എന്നാടാ വിളിച്ചേ? ഞാൻ പലയിടത്തും ആയിരിക്കും. നിനക്കെന്നാ? എടാ നീ വിളിച്ച വഴക്കുണ്ടാക്കാൻ വേണ്ടി എനിക്ക് പറഞ്ഞത് വേറെ പണിയുള്ളൂ. പോടാ ഇറക്കാം. എടാ പോടാ. The person you are trying to call is currently busy. നിന്റെ പ്രിയപ്പെട്ട ടീച്ചറും കൂട്ടുകാരനും വന്നിരിക്കുന്നു. മോനെ, നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നടാ. നീയല്ലേ ഞങ്ങളിൽ നിന്നൊക്കെ അകന്നു പോയത്? സാരമില്ല സാരമില്ല. എടാ നിന്റെ അടുത്ത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? എടാ നീ ഇത് മനസ്സിലാക്കുന്നത് ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലായിരുന്നോ? ഒരു ചെറിയ അടി ഉണ്ടാക്കുന്നത്. എടാ നീ പ്രസംഗം കേട്ടല്ലേ? ലോകത്തെ അന്വേഷണത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന കൃഷ്ണേഹം. നമ്മൾ സ്നേഹിക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പോട്ടെ, നീ വിഷമിക്കണ, ഞങ്ങളുണ്ട്. ലോകം സ്വാർത്ഥതകളുടെ ഉടുപ്പ് ധരിച്ച് തങ്ങളുടേതായ സ്വകാര്യ ഇടങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ അപരപ്രേമത്തിന്റെ സാധ്യതകൾ അസ്തമിക്കുകയാണ്. തങ്ങളുടേതാകണമെല്ലാം എന്ന സ്വാർത്ഥതയാൽ ഉടലെടുക്കുന്ന ഭ്രമങ്ങളെല്ലാം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സ്വപ്നം കാണുന്ന ജീവിതത്തെയും കവർന്നെടുക്കുകയാണ്. നമ്മൾ യുവസമൂഹം മാറ്റത്തിൻ്റെ കാഹളമാകണം. ലോകത്തിന് അനിവാര്യമായ അനുരഞ്ജനവും ഐക്യവും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സാമൂഹിക ജീവിതത്തിൻ്റെ ഏടുകളിൽ ആവിഷ്കരിക്കാൻ കഴിയട്ടെ. അതിന് ഈ സമ്മേളനങ്ങളിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കാര്യങ്ങളുടെ വെറും കേൾവിക്കാരാകാതെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ സാഹചര്യങ്ങളിൽ കേൾക്കുന്ന ചിന്തകളുടെ പ്രയോക്താക്കളാകുവാൻ നമുക്ക് കഴിയട്ടെ.
കോഡ് നമ്പർ 6ന്റെ സ്കിറ്റ് അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി കോഡ് നമ്പർ 7 വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. കോഡ് നമ്പർ 7 വേദിയുടെ സമീപത്ത് തയ്യാറായി നിൽക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു. കോഡ് നമ്പർ 8 തയ്യാറായി നിൽക്കേണ്ടതാണ്. കോഡ് നമ്പർ 7 അടുത്തതായി വേദിയിൽ പെർഫോം ചെയ്യുന്നു. കോഡ് നമ്പർ 8 തയ്യാറായി നിൽക്കേണ്ടതാണ് എന്നറിയിക്കുന്നു. കോഡ് നമ്പർ 7 അനുവദിച്ചിട്ടുള്ള 10 മിനിറ്റ് സമയം ആരംഭിക്കുന്നു. പ്രിയ യുവകലാസ്നേഹികളെ, ഞങ്ങൾ പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ആദിയിലെ ഏദൻ സംഭവം. മക്കളെ, നിങ്ങളെ പോലൊരു മക്കളെ ഉണ്ടാക്കിയത് എന്റെ ഭാഗ്യം. ഒരു ഭാഗ്യം. മനുഷ്യന് നടു ഒടിഞ്ഞു. നീ എന്തിനാടി കിടന്ന് ചിരക്കുന്നേ? എന്നെ താഴെട്ടൊന്നും പോരാ, എന്നിട്ട് തലയ്ക്കാണ് നിരങ്ങാൻ പറ്റും. ഞാൻ എന്താടി അത്രയ്ക്ക് മോശമാണോ? മോശം, ചന്തയിലെ ചീഞ്ഞ മത്തിയേക്കാളും മോശം. വിളച്ചെടുക്കല്ലോ കേട്ടോ. എന്നാ ഒന്ന് കാണാം. അടിയോടടി, പൊരിഞ്ഞടി. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുവാ. എന്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കാതെ. കർത്താവ് പറഞ്ഞ ശരിയാ, ഞങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട് കേട്ടോ. അതേടി പൊന്നെ, എനിക്ക് നിന്നോട് സ്നേഹമാണ്. കണ്ടല്ലോ, ഇപ്പൊ കണ്ടല്ലോ, സ്നേഹം സ്നേഹം. എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് സ്നേഹിച്ചോ. ഞാനൊന്ന് പോയി വിശ്രമിച്ചിട്ട് വരാം.
ഇവനേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ? നിനക്കെന്നെ അറിയത്തില്ലേടാ, ഞാനാണ് പാസ. അതേടി, പാമ്പ് സാത്താൻ. നീ ആയിരുന്നോ അത്? ആ അതെ. എടാ കിഴങ്ങ, നിനക്കെന്തെങ്കിലും കലാപരമായ കഴിവുണ്ടോടാ? നിന്നെ എല്ലാത്തിനും കൊള്ളാം. ഒന്ന് നിർത്തടി. വന്ന കാര്യം പറഞ്ഞിട്ട് പോടേ. ഇത് കണ്ടോ, ഇതാണ് ഫലം, ഉഗ്രം ഫലം. ഇത് കഴിച്ചാലേ ദൈവമാകാമെന്നേ ദൈവം. എടുത്തോണ്ട് പോടാ നിന്റെ ഫലം. ഇതല്ലേ കർത്താവ് കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം. നിങ്ങളൊന്ന് മാറിക്കേ, ഇങ്ങോട്ട് ഞാൻ തിന്നാം. നീ അത് കഴിക്കല്ലേ. വേണ്ട, കഴിക്കരുത്, കഴിക്കരുത്, വേണ്ട. നല്ല ഫലം, എന്താ രസം, എന്താ രുചി. നിങ്ങളും കഴിക്ക. ആ എന്നാ പിന്നെ എനിക്കും തന്നേക്ക് ശകലം. കഴിക്ക കഴിക്ക. മനുഷ്യ, സ്ത്രീയെ, പാമ്പേ, നിന്നെ ഞാൻ ശപിക്കുന്നു. ഇവയെ നിന്ന് തോട്ടത്തിൽ പുറത്താക്കുവീൻ. ഞാൻ തോട്ടത്തിലാക്കി തോട്ടം കാപ്പാനും കൈകളികൾ ഭക്ഷിപ്പാൻ. ഇതിനാണോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം കാപ്പാനും കൈകളികൾ ഭക്ഷിപ്പാൻ. ഇതിനാണോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം കാപ്പാനും കൈകളികൾ ഭക്ഷിപ്പാൻ. ഇതിനാണോ ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം കാപ്പാനും കൈകളികൾ ഭക്ഷിപ്പാനും. തോട്ടത്തിലാക്കി തോട്ടം കാപ്പാനും കൈകളികൾ ഭക്ഷിപ്പാനും. ആദിപാപത്തിന്റെ കൈപ്പേറിയ നോവിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നേശു തമ്പുരാന്റെ ക്രൂശ് മരണത്തിൽ നിന്നുമാണ്. ഏതെങ്കിലും അറ്റുപോയ സ്നേഹബന്ധം കാൽവരിയിൽ പുനർസ്ഥാപിച്ചു. ഒരു നല്ല സ്നേഹിതനെ പോലെ നമ്മോടൊപ്പം കളിച്ച് ചിരിച്ച് കൂടെ നിന്ന് കർത്താവിനെ നാം ഒരു ഫലത്തിൻ്റെ പേരിൽ തള്ളിപ്പറയുമ്പോൾ ഏദൻ തോട്ടം നമ്മുടെ ഇടങ്ങളിൽ പുനർസൃഷ്ടിക്കപ്പെടുന്നു. അന്ന് നിരപ്പ് സാധ്യമാക്കിയ കാര്യങ്ങൾ ഇന്നും നമ്മെ നെഞ്ചോട് ചേർക്കാൻ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. കോഡ് നമ്പർ 7 സ്കിറ്റ് അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി കോഡ് നമ്പർ 8. കോഡ് നമ്പർ 8 തയ്യാറായി നിൽക്കേണ്ടതാണ്. യുവജന സമ്മേളനത്തിന്റെ 3-ാം ദിവസം നടത്തപ്പെട്ട സ്കിറ്റ് കോമ്പറ്റീഷൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവസാനത്തെ കോഡ് നമ്പർ 8.
സ്റ്റേജ് ക്രമീകരണങ്ങൾ ഉൾപ്പെടെ കോഡ് നമ്പർ 8 അനുവദിച്ചിട്ടുള്ള 10 മിനിറ്റ് സമയം ആരംഭിക്കുന്നു. കടലിലെ തിരമാലകൾ അത് നിശ്ചലമാകാറില്ല. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളും. ജലപ്രളയവും അടിമത്തവും പകർച്ചവ്യാധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിച്ച ജനതയെ നമുക്കെവിടെയും കാണാം. ബൈബിളിലെ ചരിത്രങ്ങൾ തന്നെ അതിന് ഉദാഹരണവുമാണ്. മനുഷ്യനുള്ളിടത്തോളം അതുണ്ട്. ദൈവം തൻ്റെ മക്കളെ അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ കൈപിടിച്ച് നടത്തുമോ? മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാന ഘടകമാണ് കൃഷി. ചെറുകിട കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ ചെറുതല്ല. ഒരു കർഷക കുടുംബത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിച്ച് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു തിര. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ഏവരും വായിച്ചു കേട്ടതുപോലെ നിന്റെ അയൽവക്കക്കാരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നാണല്ലോ ദൈവവചനത്തിൽ പറയുന്നത്. ആയതിനാൽ നമ്മുടെ സഭയുടെ, നമ്മുടെ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലായി താമസിക്കുന്ന ഏവർക്കും ഈ മഴയുടെ കാഠിന്യം മൂലം ഭാരപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ആയതിനാൽ നിറഞ്ഞ കൈകളോടുകൂടെ നിങ്ങളെ ഏവരെയും സ്വീകരിക്കുന്നു എന്നുള്ള വാർത്ത സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. അറിയിപ്പുകൾ ഇവിടെ അവസാനിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിന്നെ തന്നെ ഇനി വന്നടാ. നീ എനിക്ക് തരാനുള്ള കാശപ്പം തരും. എടാ 2 മാസമായി നീ എന്നെ കാശ് മേടിച്ചിട്ട്. ഇപ്പം കുറച്ച് സമയം കൂടെ. എടാ രൂപ 1 2 ഒന്നും അല്ല, 30,000 രൂപ നീ എനിക്ക് തരാനുള്ള. എന്റെ കാശ് എപ്പം തരുമെന്ന് ഇപ്പം പറയണം. ഞാൻ വിളവെടുത്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്. എടാ വിളവെടുത്ത് എത്രയും പെട്ടെന്നോ. എടാ വിളവെടുത്ത് പിറ്റേ ദിവസം കാശ് എന്റെ വീട്ടിൽ കിട്ടണം കേട്ടല്ലോ. ഇച്ചിരി അവകാശം. എടാ നീ എന്റെ കാശ് എണ്ണി വാങ്ങുമ്പോൾ നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞേ. ഇപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ കേക്കട്ടെടാ. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാരും നീ എന്ന് വിട്ടേടി. എന്റെ കാശ് വിളവെടുത്ത് പിറ്റേ ദിവസം എന്റെ കാശ് എന്റെ വീട്ടിൽ കിടന്നു കേട്ടല്ലോ. ഒന്നുമില്ല ഷെടാ, നമ്മുടെ പള്ളിയിലെ ആൾക്കാർക്ക് ഇത് എന്താ പറ്റിയേ? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഒന്നുമില്ലല്ലോ, ഈ വർക്കീച്ചനും തോമാച്ചനും അവർ അയൽവക്കക്കാരല്ലേ? ഈ വർക്കീച്ചനും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാ? ഷെടാ, എന്നാലിപ്പോ എന്താ പറയാ? വർക്കീച്ചനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അന്തോണി, വർക്കിച്ചന്റെ ഭാഗത്ത് മാത്രം തെറ്റില്ല. തോമാച്ചന്റെ കാര്യം അറിയാവല്ലോ. അവൻ എന്ത് കൃഷി ചെയ്താലും അവസാനം ഗതി പിടിക്കാത്തവനാന്ന് അറിയാവല്ലോ. ആഹാ, അറിയില്ലായിരുന്നു. ഈയിടെ കുറെ വാഴ നട്ട് അച്ഛൻ പത്രത്തിൽ കണ്ടു കാണും. ലൈനിന്റെ മണ്ടയ്ക്ക് വീഴുമെന്ന് പറഞ്ഞ KCB-ക്കാർ ലൈൻ വെട്ടിക്കളഞ്ഞ അതിന്റെ വാഴ. ആ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ അത് കഴിഞ്ഞിട്ട് കുറെ കപ്പ നട്ട്. കപ്പ അത് കാറ്റടിച്ച് മൊത്തം നശിച്ചു പോയി. ഓ, പിന്നെ കുറെ കൈതച്ചക്ക നട്ട്. കുറെ വന്നിക്കൂട്ടം അതും നശിപ്പിച്ച്. ലാസ്റ്റാണ് ഇപ്പൊ വാഴ നട്ടിരിക്കുന്നത്. ഇനി ഒന്നേന്ന് തുടങ്ങി വേണം അവന് കടമൊക്കെ വീട്ടാൻ. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ തോമാച്ചന്റെ അവസ്ഥ വളരെ പരിതാപകരമാണല്ലേ? നമ്മുടെ യൂത്തിലെ പിള്ളേർ വിചാരിച്ചാൽ എന്താ തോമാച്ചന് ചെറിയ സഹായം കൂടെ ചെയ്തൂടെ? പള്ളി വൃത്തിയാക്കാൻ വിളിച്ച അമ്മാര് വരത്തില്ല, പിന്നെ കണ്ടം വൃത്തിയാക്കാൻ അമ്മാര് വരുന്നു. എൻ്റെ അന്തോണി, അങ്ങനെ പറയരുത്. നമ്മുടെ യൂത്തിലെ പിള്ളേർ നിങ്ങൾക്ക് അറിയില്ല. അവരെ കൃത്യമായ രീതിയിൽ വഴി നടത്തിയാൽ അവർ ഉന്നതങ്ങളിലേക്ക് എത്തും. അത്തരമൊരു യൂത്തിനെ നമ്മൾ വേണം പണിതുയർത്തുവാൻ.
അങ്ങനെ വേണം നമ്മൾ നമ്മുടെ സഭയുടെ എല്ലാവരെയും. നമുക്ക് പിന്നെ സംസാരിക്കാം ഈ കാര്യം, നമുക്ക് വേറെ കാര്യം സംസാരിക്കാം. ഓ അത് ശരി. പിള്ളേരെ ആ ടി വി അങ്ങോട്ട് വെച്ചേ. ആ റിമോട്ട് അങ്ങോട്ട് കൊടുത്തു വെച്ചോ. കേക്കട്ടെ. എവിടെ നിന്ന് എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. 14 ജില്ലകൾ, എവിടെയും കാണാനാകുന്നത് വെള്ളം മാത്രം. കേൾപ്പിക്കത്തില്ലല്ലോ, ന്യൂസ് കേൾക്കാൻ പറഞ്ഞിട്ട് കിടന്ന് തലയ്ക്കുന്നു. പിന്നെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോ അല്ലേലും ഉള്ളത്. സമാധാനമായല്ലോ, കറണ്ട് പോയപ്പോ സമാധാനമായല്ലോ. എന്റെ വണ്ടി പോകും, 2 വണ്ടിട്ട് പോകും. പോയത് പഠിക്കാൻ നോക്കിക്കേ. നീ എവിടെ പോവോ? പഠിക്കാൻ വരുന്നില്ലേ? ചേച്ചി എനിക്കങ്ങ് നീ അങ്ങ് സങ്കടം വരുവാടി. എന്നാ പറ്റി? പള്ളിക്കാരെല്ലാം മുമ്പിൽ വെച്ച് നമ്മുടെ അപ്പനെ ആങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേടി. എടാ എൻ്റെ മോനെ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ അപ്പന് കുറച്ച് കടമൊക്കെ ഉണ്ട്, അതൊക്കെ അപ്പനങ്ങ് വീട്ടിക്കോളും. നമ്മളോട് ഇങ്ങനെ സങ്കടപ്പെട്ട അത് അപ്പന് വിഷമാവൂലേ? നീ വാ, നമുക്ക് പഠിക്കാം. മക്കളെ വന്നേ, എന്തുവായിരുന്നു രണ്ടുപേരും പരിപാടി? അതൊക്കെ വിട്, വർക്കിച്ചായനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ പണ്ട് പോലെ കൂട്ട, ഇതൊക്കെ സാധാ പ്രശ്നമായിട്ട് അങ്ങ് എടുത്താൽ മതി. ഇത് വെച്ചു, അത് ബോണ്ടയുണ്ട്, അത് പരിപ്പടയുണ്ട്, ഇഷ്ടമുള്ള കഴിച്ചു. ആ ചെല്ലേ. എടി ജാൻസിയേ, ജാൻസിയേ, ജാൻസിയേ. പറഞ്ഞല്ലോ പോട്ട്, നിങ്ങൾ വിഷമിക്കാതെ. പൈസയുടെ കാര്യമല്ലേ നമുക്കറിയാം. ഞാൻ കുടുംബശ്രീയിൽ ലോൺ കൊടുത്തിട്ടുണ്ട്. ആ പൈസ കിട്ടുമ്പോ അങ്ങനെ പൈസ ഞാൻ കൊടുത്തേക്കാം. അതൊന്നും വേണ്ട. ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ പൈസയുടെ പ്രശ്നം നമുക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾ പോയി കുളിച്ചേ, ചെല്ല് ചെല്ല് ചെല്ല്, പോയി കുളിച്ചേ, പോയി കുളിച്ചിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് കഴിക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. കുളിക്കൊന്നും വേണ്ട, നമുക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാം. പിന്നെ എന്നും കുളിച്ചിട്ടല്ലേ കഴിക്കുന്നത്? പൊക്കെ പൊക്കെ. എന്റെ പൊന്നിനാൻസി, നീ ഒന്ന് കേക്ക്. നല്ല ക്ഷീണമുണ്ട്, നമുക്ക് ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കിടക്കാം. അന്നേ ബാ പ്രാർത്ഥിക്കാം. പിള്ളേരെ പ്രാർത്ഥിക്കാൻ വന്നേ, പ്രാർത്ഥിക്കാൻ വന്നേ. ആ അമ്മേ, ദേ ഇവള് കിടന്നു. ഒരു 5 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചോ? അല്ലേലും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോ ഇതുള്ള മടി. ഇങ്ങോട്ട് വന്നേ പിള്ളേരെ. ഒരു കിടക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. എന്തോ മനുഷ്യ, പിന്നെ പാട്ട് പാടണ്ടേ? പാട്ട് പാട്ടല്ലേ എന്നും പ്രാർത്ഥിക്കുന്നത്? പാട്ടൊന്നും വേണ്ട, പ്രാർത്ഥിച്ചിട്ട് പോയപ്പോ. കർത്താവേ, ഈ രാത്രികാലം ദൈവമേ ഞങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം മാറ്റണമേ കർത്താവേ, എന്റെ കർത്താവേ. എന്തുവാ നിങ്ങൾക്ക് വയ്യായോ? പ്രാർത്ഥിക്കണ്ടേ? എന്തുവാ നിങ്ങൾക്ക് കിടക്കണോ? എന്തുവാ ക്ഷീണം? എന്തുവാ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ ഇങ്ങനെ? നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ. അന്നപ്പോ നിങ്ങൾ കിടക്കോ, പ്രാർത്ഥിക്കാൻ വേണ്ട, കഴിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. എടാ തോമാച്ച എണ്ണിക്കടാ. എടാ തോമാച്ച നീ എണ്ണിക്കടാ. എടാ നീ വാട ഇവിടെ.
നമ്മുടെ കൃഷിയെല്ലാം ഉരുളുപൊട്ടി നശിച്ചു പോയടാ. എന്താ നീ പറയുന്നേ? നമ്മുടെ കൃഷിയെല്ലാം ഉരുളുപൊട്ടി നശിച്ചു പോയടാ. അയ്യോ, നീ വാ, നമുക്ക് വേഗം പോയി അവിടെ നീ സത്യമാണ് പറയുന്നേ? നോക്കാം. നീ വാ, അവിടെ പോയി നോക്കാം നമുക്ക്. എടി നാൻസി, എടി പിള്ളേരെ നോക്കിക്കോളെ. നോക്ക്, നമ്മുടെ കൃഷിയെല്ലാം നശിച്ച്. അയ്യോ, നീ വിഷമിക്കാതടാ. ഞാനീ ബോർഡ് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ആരും വേണ്ട. പ്രോഗ്രാം ഇവിടെ വിധി നിർണയത്തിൻ്റെ ടൈമോടുണ്ട്. ദയവായി നിശബ്ദരായിരിക്കണം. വെയിറ്റ് ചെയ്യുക. വിധി നിർണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്പസമയം. ജില്ലകളും സജീവമായി ഇതിൽ പങ്കെടുക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പിന്നീട് പറയാം. നടന്ന പ്രോഗ്രാമിനെ പറ്റിയല്ല, അടുത്ത വർഷം ഇത് എങ്ങനെ കുറെ കൂടെ അർത്ഥവത്തായി നടത്തുന്നതിന് സാധിക്കുമെന്ന്. മത്സരമോ വാശിയും വീറും ഒന്നും ഉണ്ടാകരുത് റിസൾട്ടിൽ. കാരണം നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഈ തീം ഒന്നുകൂടെ നന്നായി ആളുകളിലേക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി. നല്ല അധ്വാനം ഇതിൻ്റെ പിൻപിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ടൈം പരിമിതമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത പ്രാവശ്യം ഒരിടത്തൂടെ കയറി അടുത്ത സൈഡിൽ കൂടെ ഇറങ്ങണം. ഇവിടെ കയറുന്നവർ ഇറങ്ങണം, നമ്മൾ ഇടിയൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട് ഞാൻ. എന്നാലും നിങ്ങൾ സമയം പാലിക്കുവാനും ഒരു പരിധി വരെയൊക്കെ ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ അധ്വാനം ഇതെന്താ നമുക്ക് നൽകുന്നത്? ആ ജില്ല ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു പ്രേരണയാണ് നൽകുന്നത്. പല സഭകളിൽ നിന്നുള്ള നിങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും ഒന്നിച്ചു പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ ഇവിടെ തെളിയിക്കുകയായിരുന്നു. വേദപുസ്തകത്തിലെ പല സാഹചര്യങ്ങളെ എടുത്ത് കാലോചിതമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും അവസാനത്തിൽ വന്നപ്പോഴത്തേക്ക് കൃഷിയും അതിൻ്റെ പ്രതിസന്ധികളും ഒക്കെ പ്രതിപാദ്യ വിഷയങ്ങളായി എടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ടു 8 ടീമുകളും 8 വ്യത്യസ്തമായ വിധത്തിലാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഏറെ അനുഗ്രഹമായി തീരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. കാഴ്ചക്കാരായ നമ്മളത് എൻജോയ് ചെയ്തു എന്നതിന് സംശയമില്ല. അതുകൊണ്ട് ഏറെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോലശ്ശേരി ഇടവകയാണ് ഇതിന് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരിതിന് 9,000 രൂപ ചിലവഴിക്കുന്നുണ്ട്. ഒന്നാം സമ്മാനം 5,000 രൂപയാണ്, രണ്ടാം സമ്മാനം 3,000 രൂപയും മൂന്നാം സമ്മാനം 1,000 രൂപയുമായി ക്രമീകരിച്ചിരിക്കുന്നു. രൂപയുടെ വലിപ്പമല്ല, നമ്മൾക്ക് വ്യത്യസ്തമായ തീമുകളിലൂടെ നമ്മളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിന് സാധിച്ചു, നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് സാധിച്ചു. വളരെ അട്രാക്റ്റീവായിരുന്നു. ചിലരൊക്കെ അവരുടെ അതിൻ്റെ ഒറിജിനാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ കുറേ ആളുകൾ അതിൽ ആക്ട് ചെയ്തു എന്നതും യാഥാർത്ഥ്യമാണ്. വരും വർഷങ്ങളിൽ ഇത് ഏറെ ഭംഗിയായി നടത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. വ്യത്യസ്തമായ വിധത്തിൽ എങ്ങനെ കോൺഫറൻസിൽ നമ്മളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാമെന്ന് തെളിയിച്ചൊരനുഭവം കൂടിയാണ്.
അതിന് ഈ ഇടവകയാ മുഖാന്തരമായത്. അലക്സ് പീമനച്ചനോട് ചേർന്ന് ഇവിടുത്തെ ചർച്ച് കമ്മിറ്റി ഈ ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. യുവജന പ്രസ്ഥാനം ആ നിർദ്ദേശം അംഗീകരിച്ചു. അതാണ് ഇപ്രകാരം ക്രമീകരിപ്പാനിടയായത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ടാലൻറ്റ് നൈറ്റായിട്ടാണ് ക്രമീകരിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തം. അപ്പോൾ അതിന് തീമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ തീം, അതിനെ ആശ്രയിച്ച് എപ്രകാരം നമ്മളുടെ ചിന്താഗതികൾ വ്യത്യസ്തമായ വിധത്തിൽ അവതരിപ്പിക്കാമെന്ന്, തീമിനെ പരിപോഷിപ്പിക്കാമെന്ന് നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ ചിന്തിച്ചു. അതിൻ്റെ പരിണത ഫലമാണ് അവിടെ കണ്ടത്. ആക്ട് ചെയ്ത എല്ലാവരെയും, അതിൻ്റെ പിൻപിൽ അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജഡ്ജസ് അതിന് മാർക്ക് ഇട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവരൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് അവർ രണ്ടും കൂടെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അവർക്കൊരു 5 മിനിറ്റോടെ വേണം. അവരത് എഴുതി ഇനി അത് കൂട്ടാൻ പോകുന്ന സമയമുണ്ട്. അതൊന്ന് 2 പേര് വിട്ട മാർക്കുകൾ അവർ ഒന്നിച്ച് കൂട്ടുന്നതിനുള്ള സമയമേ എടുക്കുന്നുള്ളൂ. അതിൽ കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് പ്രസ്താവിക്കുന്നതാണ്. ഈ കോമ്പറ്റീഷനിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയും അച്ചടക്കത്തോടുകൂടി ഇതിൽ സഹകരിച്ചു. വരുന്ന ആളുകളിൽ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ രാവിലെ 7 മണിക്കാണ് നമ്മുടെ മോർണിംഗ് ഡിവോഷൻ. 7 മണിക്ക് നമുക്ക് കൃത്യമായിട്ട് ഇവിടേക്ക് തിരിച്ചു വരണം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങളുടെ വലിയൊരു പിന്തുണ നിങ്ങൾ നൽകുകയും സഹകരിക്കുകയും ചെയ്തു. നാളെ രാവിലെയും 7 മണിക്ക് തന്നെ നമുക്ക് ഡിവോഷൻ ആരംഭിക്കണം. 8 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നീട് നമുക്ക് ബിസിനസ് മീറ്റിങ്ങും നമ്മുടെ മിഷണറി സമ്മേളനവും ഡെഡിക്കേഷൻ സർവീസും 12:30 ആകുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. കാരണം ഉച്ച കഴിഞ്ഞൊക്കെ മഴയുടെ പ്രയാസമുണ്ട്. അവിടെ പരമാവധി വേഗത്തിൽ എല്ലാവർക്കും ഭവനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് രാവിലെ നമ്മൾ കൃത്യമായി ആരംഭിക്കുന്നെങ്കിൽ മാത്രമേ ഉച്ചയ്ക്ക് നമുക്ക് കൃത്യമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വലിയ സഹായം ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വിധി നിർണയത്തിന് അവരുടെ സമയത്തിന് ശേഷം, റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് പിരിയുകയാണ്. തിരുമേനി ഓർപ്പിച്ചതുപോലെ തോലശ്ശേരി ഇടവകയാണ് നമുക്ക് ആവശ്യമുള്ള ഈ കോമ്പറ്റീഷൻ ആവശ്യമായ പ്രൈസ് 9,000 രൂപ. 5,000, 3,000, 1,000 രൂപ. അങ്ങനെ 9,000 രൂപ മുഴുവനായി സ്പോൺസർ ചെയ്തത് തോലശ്ശേരി ഇടവകയാണ്. എല്ലാ ഇടവക ജനങ്ങളോടും വികാരി അച്ഛനോടും പ്രത്യേകമായി നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. 1-2 നിർദ്ദേശങ്ങൾ പൊതുവായി വന്നത് പറയട്ടെ. നമ്മൾ കണ്ട എല്ലാ സ്കിറ്റുകളും വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെട്ടവയാണ്. ഇവിടെ 1-2 ആളുകൾ കമൻറ്റ് ചെയ്തത്, നമ്മൾ കുറേ കൂടെ പ്രാക്ടീസ് ചെയ്താൽ, നമ്മൾ കുറേ കൂടെ അതിൽ സമയം ചെലവഴിച്ചാൽ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ഈ നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു വേദിയായിരുന്നു ഈ സ്കിറ്റ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് അടുത്ത വർഷം ഒരു പക്ഷെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിപ്പറേഷനോടുകൂടി വരുന്നെങ്കിൽ ഏറ്റവും ഭംഗിയായി അഭിനയിക്കുന്ന ഒരാൾക്ക് അവാർഡ് പോലും അല്ലെങ്കിൽ സമ്മാനം പോലും കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യുവാൻ സാധിക്കും. വർഷത്തിലുള്ള നമ്മുടെ ഒരു കൂടിവരവാണ്, വർഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ചില നിമിഷങ്ങളാണ്. അത് ഏറ്റവും സന്തോഷത്തോടെ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ പ്രകടമാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതിൽ അത് ഏറ്റവും സന്തോഷകരമാണ്. അതുകൊണ്ട് മത്സരമാണ്. മത്സരിച്ച 8 ജില്ലകളും 8 വൈദിക ജില്ലകളും വളരെ മനോഹരമായ രീതിയിൽ അവരുടെ കഴിവുകൾ പ്രകടമാക്കി. എന്നാൽ 1, 2, 3 സ്ഥാനങ്ങൾ മാത്രമേ നമുക്ക് നൽകുവാൻ സാധിക്കുന്നുള്ളൂ. അതിൽ നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമേ എന്ന് ഓർപ്പിക്കുന്നു.
ഈ രാത്രിയിൽ നമ്മൾ ധാരാളം അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഏറെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ജില്ലയുടെ ചെയർമാന്മാർ പലരും ഈ സന്ധ്യയിൽ നമ്മോടൊപ്പമുണ്ട്. യുവജന പ്രസ്ഥാനത്തിൻ്റെ കൺവീനർ അച്ഛന്മാർ പലരും നമ്മോടൊപ്പമുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മുതിർന്ന നമ്മുടെ സീനിയർ വൈദികരായ കുറേ ആളുകൾ നമ്മോടൊപ്പമുണ്ട്. കുറേ ആളുകൾ വൈകുന്നേരം വന്ന് മടങ്ങിപ്പോവുകയും ചെയ്തല്ലോ. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സഭാ ശുശ്രൂഷകരായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭാജനങ്ങളായി തോലശ്ശേരി ഇടവകയുടെ അംഗങ്ങളായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മുൻകാല പ്രവർത്തകരായി വന്നിരിക്കുന്നവർ, അങ്ങനെ വിസിറ്റേഴ്സായിട്ട് വന്നിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഈ കോൺഫറൻസ് നാളെ അവസാനിപ്പിക്കുമ്പോൾ ഞാനിന്ന് രാവിലെയും ഉച്ചയ്ക്കും പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നാളത്തെ ഡെഡിക്കേഷൻ സർവീസ് അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരേണ്ടതിനായിട്ട് നമ്മൾ വന്നവരെ പോലെ മടങ്ങിപ്പോകുവാൻ വേണ്ടിയല്ല, മറിച്ച് ഒത്തിരി വ്യത്യാസങ്ങളുള്ളവരായി ഒരുപറ്റം യുവത ദൈവരാജ്യ കെട്ടുപണിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കോൺഫറൻസായി തീരുവാൻ 105ാമത് സമ്മേളനം തോലശ്ശേരി കുന്നിൽ നടത്തപ്പെട്ട ഈ സമ്മേളനം അത് സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ സ്പാർക്ക് ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ തെലങ്കാന മിഷനെ പറ്റി പറയുണ്ടായല്ലോ. അത് കഴിഞ്ഞ് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും കുറഞ്ഞ ഒരു മാസമെങ്കിലും എനിക്ക് മിഷൻ ഫീൽഡിൽ പോകുവാൻ താല്പര്യമുണ്ട്. ഈ ചലഞ്ച്, ഈ വലിയ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ, അത് മുമ്പോട്ട് പ്രാവർത്തികമാക്കുവാൻ ഈ രാത്രിയിലും നാളെയും ഒക്കെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഒത്തിരി ആളുകളുടെ മനസ്സിലേക്ക് ഈ സ്പാർക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ഡിവോഷൻ ആരംഭിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിലൊക്കെ ഒത്തിരി വൈകി ഉറങ്ങിയ ആളുകളുണ്ട്, സ്കിറ്റ് പ്രാക്ടീസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്നു. എന്നാൽ ഈ രാത്രിയിൽ നേരത്തെ ഉറങ്ങി നാളെ നമുക്ക് രാവിലെ മുതൽ വളരെ ലൈവായിട്ട് നമ്മുടെ എല്ലാ ക്രമീകരണങ്ങളിലും നിങ്ങളുണ്ടാകണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.
ജഡ്ജസ് തന്ന റിസൾട്ട് അനുസരിച്ച് ജഡ്ജസ് മാർക്കിട്ടതനുസരിച്ച് റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. തേർഡ് പ്ലേസ് മാവേലിക്കര, സെക്കൻഡ് പ്ലേസ് തിരുവല്ല, ഫസ്റ്റ് പ്ലേസ് കോട്ടയം. മാവേലിക്കര ടീമിന് മുൻപോട്ട് വരാവുന്നതാണ്. മുമ്പോട്ട് വന്നായിട്ട് മാവേലിക്കര. തിരുവല്ല ജില്ല. കോട്ടയം ജില്ല. ജഡ്ജസായിട്ട് കടന്നു വന്ന് സ്കിറ്റ് കോമ്പറ്റീഷൻ ഏറ്റവും വിജയകരമാക്കുവാൻ സഹായിച്ച ഏറ്റവും സ്നേഹമുള്ള CK കോശി, നൈന ആൻഡ് ജേക്കബ് ഇരുവരോടുമുള്ള നന്ദി മധ്യകേരള മഹായിടവ യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു.
യുവജന സമ്മേളനത്തിൻ്റെ 3-ാം ദിവസം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹമുള്ള ദാനിയേൽ എം ജേക്കബ് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വ്യക്താക്കളായി ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസക്കാലം കുഞ്ഞുങ്ങളോട് കൂടെയിരുന്നു, കോൺഫറൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെയിരുന്നു. ഇന്ന് രാത്രിയിൽ വിശ്രമത്തിനായിട്ട് കടന്നു പോകുന്നു. സുഖകരമായ വിശ്രമത്തെ നൽകി അനുഗ്രഹിക്കണമേ. നാളെ നടക്കുന്ന ബിസിനസ് മീറ്റിങ്ങിനായി, സമാപന മീറ്റിങ്ങിനായി, അതിലുപരി നാളെ നടക്കുന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിന് തയ്യാറായി വരുവാനും ഇവിടെ ലഭിച്ച സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിലേക്ക് തുടർന്നുള്ള നാളുകളിലും പ്രവർത്തനത്തിനായി കടന്നു ചെല്ലുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണം. കോൺഫറൻസിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും തുടർന്നും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നാളത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.